പ്രിയ സഹോദരങ്ങളെ, ഇനി ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ പറയാനാണ്. അതായത് 2 വീഡിയോ കണ്ടു, അതിനെക്കുറിച്ച് ചിലത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഓർത്തഡോക്സ് ഒരു പ്രവാചകിയാണ് മെർലിൻ കൊച്ചമ്മ. മെർലിൻ ടി എന്നൊക്കെ അവരുടെ പേര്. അവരെ പ്രത്യേക ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. വചന പ്രഘോഷണം. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, പുരോഹിതനാണെങ്കിലും ആരാണെങ്കിലും വചന പ്രഘോഷണം എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ഒരു വാക്ക് എടുത്തേച്ച് പിന്നെ കഥ പറച്ചിലാണ്. അപ്പോൾ അത് പറയാം. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ഇവർ പറയുന്നു ഒരു കുടുംബത്തിൽ നമ്മൾ സ്വൈരവമ്പത വേണമെങ്കിൽ പിറുവിറുപ്പാകരുത്, അങ്ങനെ ആകരുത്, ഇങ്ങനെ ആകരുത്, 3 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ശരി, ഈ പിറുവിറുപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അന്യോന്യം നമ്മൾ മനസ്സിലാക്കി ജീവിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ വീട്ടിൽ അന്യോന്യം കാണേണ്ട ആവശ്യമില്ല, കാണുന്നില്ല. അല്ലെ മെർലിൻ കൊച്ചമ്മ പറയട്ടെ. മെർലിൻ കൊച്ചമ്മ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നു. അച്ഛനിപ്പോൾ അവിടുത്തെ വലിയ ഓർത്തഡോക്സ് സഭയിൽ ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ ഗ്രൂപ്പിൽ സ്കൂളിൻ്റെ ഇൻചാർജ് കൊച്ചമ്മയുടെ ഭർത്താവ്. അത് സുഖമായിരിക്കുന്നുണ്ടോ? അപ്പം അത് മതി. കൊച്ചമ്മ, നിൻ്റെ കയ്യെ കിടക്കുന്ന ആ കറുത്ത കൊണ്ട അതെവിടുന്ന, ഏത് മതത്തിലെയാണ്, അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിലുള്ളതാണ്, എന്തുവാണ്, ജപിച്ച് കെട്ടിയാണ്, ഏത് കണിയാനാണ് നിനക്ക് കെട്ടിത്തന്നത്? അത് വല്ല ദോഷം മാറാനാണോ? സാധാരണ കത്തോലിക്കരുടെ കയ്യിലൊരു കൊന്തയുണ്ട്, അത് കുറച്ച് നീളമുള്ള. അവരത് കഴുത്തേലണിയും, കയ്യിൽ കൊണ്ടു നടക്കും. എന്നാൽ ഇത് നിൻ്റെ വലത്തെ കയ്യിൽ ഒരു കറുത്ത കൊന്ത, അതിലൊരു കറുത്ത കുരിശ്. ഈ കറുത്ത കളറിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതിനി ഞാൻ പറയുന്നില്ല, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 പുരോഹിതന്മാർ കറുത്ത ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ എന്തുകൊണ്ടാണ് കറുത്ത ഡ്രസ്സ് ഇടുന്നതെന്ന്. അപ്പോൾ ഇനി അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഈ കയ്യിൽ കറുത്ത കൊണ്ട, കറുത്ത കുരിശുമായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന എന്തിനാണ്? അത് നിങ്ങൾക്ക് കിട്ടിയത് പുത്തക്കായ പള്ളിയിൽ നിന്ന് തന്നെയാണ്. അതായത് കേൾക്കുന്നവരാരും അതിശയിക്കണ്ട. ഞാൻ പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ചേർക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ശുശ്രൂഷക്കാരൻ അവൻ്റെ സ്കൂട്ടറിൻ്റെ സീറ്റ് പൊക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് കൂടെടുക്കുന്നത്. ഞാൻ ചോദിച്ചു, മക്കളെ എന്തുവാ? ഓ, ഇത് തെളിച്ചാ, ഇതാ നോക്കിയപ്പോൾ കറുത്ത കൊണ്ടയാ. ഞാൻ ഇതെവിടുന്ന? ഒരച്ഛനുണ്ടാക്കിയതാ വിൽക്കാനായിട്ട്. 50 രൂപ കച്ചവടം, ബിസിനസ്. എവിടെ? യെരൂശലേം ദേവാലയത്തിൽ കച്ചവടം നടന്നവന്തറിഞ്ഞ് വരെ പണത്തിന് മറിയും പ്രാവുകളെ വിൽക്കുന്നവരെ അവരെ തല്ലിയിറക്കിയ യേശു ഇന്ന് വന്നാൽ ഈ കേരളത്തിലെ ദേവാലയത്തിൽ നിന്നെല്ലാം ഈ പുരോഹിതവർഗത്തെ അടിച്ചിറക്കും. കൊന്തക്കച്ചവടം. എന്തുവാ കൊന്തക്കച്ചവടം? കൊന്ത എന്തോന്നുള്ളത്? അതിൻ്റെ ഉദ്ദേശം എന്തുവാ? അത് നിങ്ങൾ കയ്യെ കെട്ടിയല്ലോ, നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ വലിയ വാചകം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവും അതൊക്കെ പറയുന്നുണ്ടല്ലോ. അത് നിർത്തിച്ച് നിങ്ങൾ ഈ കയ്യെ കെട്ടി കൊണ്ട അതിൻ്റെ ഉദ്ദേശം എന്താ, അതിൻ്റെ പ്രയോജനം എന്താന്ന് പറഞ്ഞതാ. ഞങ്ങളോട് അത് കെട്ടാമല്ലോ. നിങ്ങളുടെ ഭർത്താവ് കൂടെ ആ കുരിശുകുമ്പിടിൻ്റെ മുൻകൈ എടുക്കുന്നേ. നിങ്ങൾ അതിനെക്കുറിച്ച് പറയാം. മെർലിൻ കൊച്ചമ്മയ്ക്ക് പറയാമോ ഓർത്തഡോക്സ് സഭ വിഗ്രഹാരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്നില്ലെന്ന്? പറയാമോ? നിങ്ങൾ അതിൻ്റെ ബാക്കിയാ. നിങ്ങളുടെ കഥ പറഞ്ഞു. കഴുകൻ മരത്തിൽ നിന്നുകൊണ്ട് ഒരു കഴുത ആറ്റിക്കൂടെ ഒഴുകി പോകുന്നു ചത്തത്. അത് നോക്കി അതിൻ്റെ വിശപ്പടക്കാനായിട്ട് ചെന്നു. ഒരു കഴുകൻ ഒരു ചത്ത കഴുതയുടെ പുറത്ത് കയറിയിരുന്നാൽ നഖം മുഴുവൻ അങ്ങനെ ആഴത്തിലിറക്കത്തില്ല. ഒന്നിനെ പൊക്കിക്കൊണ്ട് പോകുവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മാത്രമേ കഴുകൻ
അവൻ്റെ കാലുകളിലെ മുള്ള് അതിൽ കാറ്റിറക്കത്തുള്ളൂ. അല്ലാതെ അവന് തിന്നിട്ട് അവനറിയാൻ വയ്യാഞ്ഞിട്ടല്ലല്ലോ. അവനറിയാം, അവനത് ചെയ്യത്തില്ല. അവൻ കൊത്തി തിന്ന് ചെയ്തിട്ട് പോകും. അവൻ ആർത്തി അവൻ്റെ കഴുതയുടെ വാരിയലിനകത്ത് പോയി അവൻ്റെ കാലിൻ്റെ മുള്ള. എവിടുത്തെ കഥയാ? ഇനി നിങ്ങൾക്ക് വല്ല കഥ പറയാനുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ചെറിയനാട്ട് പള്ളിയിൽ നടന്ന കഥ. ബിജു ടി മാത്യു അച്ഛൻ ചെറിയനാട്ട് പള്ളിയിൽ ഇരുന്നപ്പോൾ കഥ ഞാൻ പറഞ്ഞുതരാം. മരുന്ന് കൊച്ചമ്മയ്ക്ക് കേൾക്കണോ? ഇപ്പം ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ വലിയ പ്രവാചകയാണ്, അത് നല്ലത് തന്നെ. നിങ്ങൾ പറ, നിങ്ങളുടെ ഈ ഭർത്താവ് ഉൾപ്പെടെ പുരോഹിത വർഗം ഈ ഓർത്തോസഭയിലെ വിശ്വാസികളുടെ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം കാണുന്നിടത്ത് വിളിച്ചു വരുത്തി ധ്യാനപ്രസംഗം എന്തിന് ഓരോ പ്രാർത്ഥനയൊക്കെ സുവിശേഷം അത് എന്തോ വേറെ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. നിങ്ങൾ പോകുന്നുണ്ടോ മല്ലൻ കൊച്ചമ്മേ ഈ കൂട്ടായ്മയിലല്ല? ഇല്ലല്ലോ. നിങ്ങൾ കടന്ന് വചനം പ്രഘോഷിക്കുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ ഈ ധ്യാനപ്രസംഗം കേൾക്കാൻ പോകുന്നുണ്ടോ? കാരണം നിങ്ങൾ ധ്യാനപ്രസംഗം നടത്തുന്നവരാണല്ലോ, പിന്നെ എന്തിനാ കേൾക്കട്ടെ? നിങ്ങളുടെ പ്രവൃത്തിയിൽ എന്തൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നു? നിങ്ങളുടെ വീട്ടിൽ പിറുപിറുപ്പില്ലേ? കാരണം നിങ്ങൾ തമ്മിൽ അന്യോന്യം കാണുന്നില്ല, അതുകൊണ്ട് പിറുപിറുക്കേണ്ട കാര്യമില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു വീട് വെക്കുമ്പോൾ 2 കാർ പോർച്ച് കണ്ട് മെല്ലൻ കൊച്ചമ്മയുടെ ഭർത്താവ് വീട് വെച്ചപ്പോഴാണ്. അല്ലെ മെല്ലൻ കൊച്ചമ്മ പറയട്ടെ, നിങ്ങളെ പുരോഹിതന്മാരെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ വിശ്വാസികളെ ചൂഷണം ചെയ്യുക. നിങ്ങളുടെ ഭർത്താക്കന്മാരും എല്ലാം കൂടി പുരോഹിതവർക്കുമാണ് സാധാരണ വിശ്വാസികളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ വലിച്ചിറക്കി അവിടെ എവിടെയും കൊണ്ടുപോയി ധ്യാനപ്രസംഗവും പ്രാർത്ഥനാ സുവിശേഷം മറ്റേത് ബൈബിൾ പഠനം ഇത് നേതൃത്വ പരിശീലനം. എന്നിട്ട് നിങ്ങൾ കടന്ന് പറയുക പെറുപെറുക്കാതിരിക്കുന്നതെങ്ങനാ? വീട്ടിൽ കത്തൻ്റെ വിളക്ക് വെളിയിൽ കത്തിക്കൊണ്ടിരുന്നാൽ വീട്ടിലെ ഗ്രഹനാഥൻ ഇരുട്ടത്തിരിക്കുക. അവർ വരുമ്പോൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അവർ കേട്ടു വരുന്നത്. അപ്പോൾ അവർ പിറുപിറുക്കും അന്യോന്യം. ഭർത്താവ് ചോദിക്കാതിരിക്കോ നീ എവിടെയാണ് ഇത്ര നേരമെന്ന്? അതിന് അപ്പം തീർച്ചയായിട്ടും പിറുപിറുക്കും ആ സ്ത്രീ. അല്ല, ആണുങ്ങളല്ല പിറുപിറുക്കുന്നത്. നീയൊക്കെ വചനപ്രഘോഷവും കൊണ്ട് നടക്കുന്നു. ഇല്ല, നീയൊക്കെ ഇരുന്നു ആ കയ്യരെ കൊണ്ട ഒന്ന് വേറൊരിടത്തൂടെ കെട്ടേ, അപ്പോഴേ നീ ശരിയാകത്തുള്ളൂ.